ഹലോ ഗൈസ്, ഒരു ക്വിക്ക് മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ ഒരു 5 ദിവസം മുൻപ് പറഞ്ഞിരുന്നു ബിറ്റ്കോയിൻ 60,000-ലേക്ക് വരാൻ സാധ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ പല റീസൺസും പറഞ്ഞിരുന്നു. എത്തീരിയത്തിന്റെ ETF അടുത്ത മാസം മുതൽ അപ്രൂവൽ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ റീസൺ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ട്രേഡിംഗ് അനാലിസിസ് വെച്ച് നോക്കിയപ്പോൾ 2-3 ഡിമാൻഡ് സോൺസ് ഞാൻ മാർക്ക് ചെയ്തിരുന്നു SMC പ്രകാരം. സോ ആ റേഞ്ചിലേക്ക് വരാൻ പല റീസൺസും ഉണ്ടാക്കാം. സോ അതിലിപ്പം നമ്മൾ BTC ട്രേഡിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ കറക്റ്റ് നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു റീജിയനിൽ വെച്ചിട്ടാണ് തിരിച്ച് മേലേക്ക് പോകുന്നത്. സോ ഇത് ഒരു SMC കോൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ സ്മാർട്ട് മണി പ്ലേ ഒരു ഡിമാൻഡ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഡിമാൻഡിൽ എത്തിയ സമയത്ത് വീണ്ടും ഒരുപാട് പേര് ബൈ ചെയ്യുന്നു. 60K എന്നുള്ള റേഞ്ചിൽ ഒരു പ്രോപ്പർ ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു റീസെന്റ് ക്രാഷ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ മൗണ്ട് ഗോക്സുമായിട്ട് വരുന്ന ന്യൂസ് ആണ്. നിങ്ങൾ എല്ലാവരും മൗണ്ട് ഗോക്സിനെ കുറിച്ചും അറിയുന്നു പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ചാനലിലും പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഒരു എക്സ്ചേഞ്ച് ഹാക്ക് ആയിരുന്നു. സോ ഹാക്ക് ആയിട്ട് കുറച്ച് BTC റിട്രീവ് ചെയ്തിരുന്നു. ആ BTC എല്ലാം ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കാനുള്ള അത് വന്നിരുന്നു, റൂൾ വന്നിരുന്നു. സോ അവർ കുറെ കാലമായിട്ട് തിരിച്ചു കൊടുക്കും എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഇപ്പോൾ അവർ പറയുന്നത് ജൂലൈയിൽ അവർ റീപേയ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറയണത്. സോ അന്ന് BTC വാങ്ങിയ ആൾക്കാർക്ക് ഏകദേശം നല്ല രീതിയിലൊരു എമൗണ്ട് BTC റീപേ ചെയ്യേണ്ടി വരും. കാരണം അന്ന് വാങ്ങിയ BTC ഇപ്പം വലിയ വെർത്തായിട്ടുണ്ട്. സോ അത് വരുമ്പോൾ ഒരുപാട് പേര് മാർക്കറ്റ് സെൽ ഓഫ് ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള ഒരു ന്യൂസ് കൊണ്ടാണ് കുറേ പേര് ഇപ്പം തന്നെ ഒരു പ്രോഫിറ്റ് രീതിയിൽ സെൽ ഓഫ് ചെയ്യുന്നത്. കാരണം ഈ സാധനം റീപേയ്മെന്റ് ബിറ്റ്കോയിൻ എന്നുള്ള രീതിയിൽ തിരിച്ചു കൊടുക്കുമ്പോൾ അന്ന് പ്രീമിയം പ്രൈസിലാണെന്നുള്ള ആൾക്കാർ അപ്പോൾ സെല് ചെയ്യും. അപ്പോൾ ഇപ്പം ഓൾറെഡി ചെറിയ ഷോർട്ട് ടൈമിനൊക്കെ വാങ്ങിയിരിക്കുന്നവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ആണെങ്കിൽ അവരത് വിറ്റ് ഒഴിവാക്കും. എന്നിട്ട് ആ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പ്ലസ് എത്തീരിയം ETF-ന്റെ ന്യൂസ് വരുന്നുണ്ട്. എന്തായാലും എത്തീരിയം ETFs വരുമ്പോൾ BTC ഒരു സെൽ ഓഫ് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പം ഈ ഒരു മൗണ്ട് ഗോക്സിന്റെ ഒരു സംഭവം കൂടി വന്നപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചായി. അതുകൊണ്ടാണ് ഒരു ചെറിയ രീതിയിൽ സെല്ലിങ് വരുന്നത്. പക്ഷേ ഒന്ന് പറയാൻ ചെയ്ത് നമുക്കൊരു പോസിറ്റീവ് ന്യൂസ് ആണ്. കാരണം BTC ഫണ്ട് വരുന്നത് കുറഞ്ഞ ഓൾട്ട് കോയിൻസിലേക്ക് വരുമ്പോഴാണ് ഓൾട്ട് കോയിൻ്റെ റാലി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. എത്തീരിയത്തിന്റെ ETF അപ്രൂവലോട് കൂടി നമ്മളത് നടക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഈ ഒരു ന്യൂസ് കൂടി വന്നപ്പോൾ BTC സെല് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര്. സോ ഈ ഒരു ഫണ്ട് പുറത്തോട്ട് പോകാണ്ട് മറ്റുള്ള ഓൾട്ട് കോയിനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു ഓൾട്ട് കോയിൻ്റെ റാലി കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കാം. സോ ഇവിടെ നമുക്ക് ഇതിന് ഇന്നലത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, ഓൾട്ട് കോയിൻ സീസൺ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അതിൻ്റെതായ റീസൺസ് ഉണ്ട്. ഇത് നിങ്ങൾ കണ്ടിട്ടില്ല, തീർച്ചയായിട്ടും കാണാം. സോ നിങ്ങളുടേതായ അഭിപ്രായം നോക്കിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ കിട്ടുന്ന ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ഇപ്പം BTC ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സോണിലെത്തിയിട്ട് തിരിച്ച് പോയിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു 54 റേഞ്ചിലേക്കൊക്കെ വരാനും സാധ്യതകൾ കാണുന്നുണ്ട്. മേ ബി ഒരു ഹാർഡ് വിക്കോ എന്തെങ്കിലും വന്നിട്ടൊരു വലിയൊരു വിക്ക് വന്ന് പോകാനോ അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ട്. ഈ റേഞ്ചിലേക്ക് വരില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഇവിടെ നിന്ന് തന്നെ നമുക്കൊരു തിരിച്ചു പോക്ക് BTC പോയാലും ഓൾട്ട് കോയിൻസ് റാലി ചെയ്താൽ നമുക്ക് പ്രോഫിറ്റബിൾ ആവാനുള്ള സാധ്യതകളുണ്ട്. യൂഷ്വലി അങ്ങനെയായിരുന്നു. ആദ്യം ബിറ്റ്കോയിൻ ഹാവിങ് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ പമ്പ് ആവും, പിന്നെ ചെറിയ രീതിയിലൊന്ന് കൺസോളിഡേറ്റ് ആവും, പിന്നെ ഒരു ഡംപ് വരും. അതിനുശേഷമാണ് ആൾട്ട് കോയിൻ്റെ സീസൺ സ്റ്റാർട്ട് ആവുന്നത്. സോ ആ ഒരു ലെവലിലേക്ക് തന്നെ ആവുമെന്ന് പ്രതീക്ഷിക്കാം. സോ ഈ ഒരു ക്വിക്ക് അപ്ഡേറ്റ് വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.